ഹലോ ഗോയ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകണം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഫ്രണ്ട്സിനെ കാണുക എന്നൊക്കെ പറയുന്നത്. എനിക്ക് ആ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ആ ഉള്ള ഫ്രണ്ട്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. അപ്പോൾ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബസ് വരുന്ന 10-20 മിനിറ്റ് മുമ്പ് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നു ഗൂയ്സ്. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ബസ് വരുന്ന സമയം ആയിട്ടില്ല എന്ന്. പിന്നെ അവിടെ വായി നോക്കി നിന്ന് ഭയങ്കര വെയിലായിരുന്നു. എന്നിട്ട് ഞാൻ ആ വെയിലത്ത് നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബസ് വന്നപ്പോൾ ചാടി ബസ്സിൽ കയറി ഇരിട്ടിയിലേക്ക് ചെന്നിറങ്ങി. ഇരിട്ടി ചെന്നിട്ട് ഞാൻ റോസിനെ കണ്ടു കേട്ടോ. റോസിനെ കണ്ടു, കുഞ്ഞാവനെ ഞാൻ എടുത്തു. പിന്നെ കുഞ്ഞാവയായിട്ട് കളിയായിരുന്നു. നല്ല രസം കുഞ്ഞാവയായിട്ട് കളിച്ചിരിക്കാൻ വേണ്ടി. 1.5 വയസ്സുള്ളെങ്കിലും വർത്താനൊന്നും പറയാനായിട്ടില്ലെങ്കിലും നമ്മൾ പറയുന്നത് കൊച്ചു കേൾക്കുമല്ലോ. അങ്ങനെ അങ്ങനെ കേട്ട് കൊച്ചുമായിട്ട് കളിച്ച് ചിരിച്ച് അവിടെ ഇരുന്നു. ചില സമയത്ത് കുഞ്ഞാവ് വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ കൊച്ചിനോട് പറയും, കൊച്ചിൻ്റെ അമ്മയടുത്തേക്ക് പൊക്കോളൂ എന്ന് പറയും. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല, അതാണ് വേറൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോസുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു വെള്ളമൊക്കെ കുടിച്ച്, നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അത് ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പാലം കൈയിലേക്ക്. അതായത് അവിടെയാണ് ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ നമ്മൾ കണ്ടക്ടറോടൊക്കെ പറഞ്ഞു പാലം കയ്യിലെത്തുമ്പോൾ പറയണം ചേട്ടാ, ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ആ കണ്ടക്ടർ കറക്റ്റ് അവിടെ എത്തിച്ച് ഇറക്കി വിട്ടു. അപ്പോഴാണ് ബിറ്റിനെ കാണുന്നത്. ബിറ്റിയുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മളിനി പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ബിറ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മൾ ആ വീട്ടിലേക്ക് പോകുക, അവിടുത്തെ ആൾക്കാരെയൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ സ്വീകരിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ്. അവിടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുണ്ട്. നമ്മുടെ പഴയ മോഡൽ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വിറ്റിയുടെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മനുഷ്യർ, നല്ല സ്നേഹമുള്ള മനുഷ്യർ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കൊച്ചുമായിട്ട് ബിറ്റഡ് റൂമിൽ പോയിരുന്നു, കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. ഇതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. ബിറ്റിയുടെ ഹസ്ബൻഡ്, അതായത് ആൽബിൻ ചേട്ടൻ ഈ വണ്ടിയായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ചേട്ടയുടെ വണ്ടിയിലാണ് ഞങ്ങൾ തിരിച്ച് വന്നത് കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഇരുട്ടി വന്ന പാട് ഞാൻ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടി. അതുകൊണ്ട് അവരോട് മര്യാദയ്ക്ക് യാത്ര പോലും പറയാതെ ഞാൻ ചാടി ഇറങ്ങി ബസ്സിൽ കയറി പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രേ ഉള്ളൂ. പകുതി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.